കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ. എൻ്റെ പാപങ്ങളോർത്തു കരഞ്ഞിടാം, അനുദപിക്കേറ്റു ചൊല്ലാം. എൻ്റെ വീഴ്ചയെ പ്രതി എൻ ഭവനത്തെ കൈവെടിയരുതേ ദൈവമേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. ശബ്ദം ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും പൂർവികരും വഴി വന്നുപോയി തെറ്റുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കടങ്ങൾ അഴിച്ചിടണമേ. ഞങ്ങളവിടുത്തെ സ്വന്തമായി സ്വീകരിച്ച് അവിടുത്തെ അരൂപിയിലൂടെ നയിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശ്വരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പൂർവികരുടെ മേൽ കരുണയായിരിക്കണമേ. മരിച്ചുപോയവരുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ജീവിത പങ്കാളി, മക്കളും മാതാപിതാക്കളുടെ മേൽ കരുണയായിരിക്കണേ. യേശുവേ കരുണയായിരിക്കണേ. കർത്താവേ ഹല്ലേലൂയ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, അകാലത്തിൽ മരിച്ചുപോയ കുഞ്ഞു പൈതങ്ങളെ, സഭയിലെ വണങ്ങപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ടവരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധ മാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പൗലോസേ
ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തിക ഭൗതിക ആത്മീയ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വീടും വീടിരിക്കുന്ന സ്ഥലവും വീടിന് 4 അതിരുകളും വസ്തുക്കളും വളർത്തുള്ള വാഹനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. സ്തുതിപ്പിന്റെ സ്വരം ഉയരട്ടെ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവനായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമന്റെ മുഖ്യന്റെ വിശുദ്ധ മികാന്റെ വിശുദ്ധ ഗബ്രിയേലിന്റെ വിശുദ്ധ റപ്പാന്റെ സകല മാലാമ്മയുടെ വിശുദ്ധയുടെയും രക്തസാക്ഷിയുടെ മന്ത്രയുടെയും മതസ്ഥയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമൂദിന്റെ ഓരോരുത്തരും എനിക്ക് ലഭിച്ച ആത്മീയ കവിയുടെ ശക്തിയിൽ ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളും അന്ധകാര ശക്തിയും ആജ്ഞാമ്യം കൽപ്പിക്കുകയും പൈശാചിക ശക്തിയും നാരിക ശക്തിയും തിന്മയും ആധിപത്യം മന്ത്രവാദ ഗൂഢോത്രങ്ങൾ സർപ്പങ്ങൾ അശ്താം പാപങ്ങൾ ശാപങ്ങൾ കൈവിഷയങ്ങൾ ശക്തിയിലായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളുടെ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളുടെ വ്യക്തികൾക്കും ഏതെങ്കിലും അസ്വസ്ഥ തടസ്സങ്ങൾ തകച്ചുണ്ടാകുന്ന എല്ലാ ശക്തിയിലെയും സ്വാധീനം കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും ഉച്ചാരണം ചെയ്യും. കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് കയറ്റുകയും ചെയ്തു. ഇനിമേൽ ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളുടെ വ്യക്തികളുടെ പ്രവേശിക്കുന്ന കർത്താവായ യേശുവിന്റെ തിരത്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും സംരക്ഷണ കവചമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമന്റെ സകല മാലാമ്മയുടെ വിശുദ്ധയും മാതൃ സംരക്ഷണവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങളും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തിയ ഞങ്ങളുടെ ഭവനവും സ്ഥാപനവും സ്ഥലങ്ങളും വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കലും ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിച്ച് പരിശുദ്ധാത്മാവ് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കും. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയക്രിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയക്രിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, കരങ്ങൾ തിരിച്ച് മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ജെറുസലേമിലെ യൂദയ മുഴുവൻ സമരിയ ഈ ഭൂമിയിൽ അതിർത്തികൾ വരെ നിങ്ങളെ എനിക്ക് സാക്ഷികളായിരിക്കും ചെയ്യും. അപ്പസ്തലബോധം 1:8 വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35 വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുമ്പോൾ ജീവജലത്തിന് അരുവിയൊഴുകും. ഈ വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാദമൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ശബലത ബാബാ ദാലാദി മഹാല ബാബ ശിരിരിരിരിരി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ. ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കളും മാതാപിതാക്കളിൽ വന്ന് നിറയണമേ. ശത്രുക്കളിലും മിത്രങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ രാജ്യത്ത് വന്ന് നിറയണമേ. രാഷ്ട്രീയ നേതാക്കന്മാരിൽ വന്ന് നിറയണമേ. രാഷ്ട്രീയ പാർട്ടികളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ അയൽപ്പക്കാരിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ സ്ഥിരസഭയിൽ വന്ന് നിറയണമേ. മാപ്പാപ്പ കർത്തനാന്മാരും എത്രാന്മാരും വൈദികരും വന്ന് നിറയണമേ. ആത്മാവേ പരിശുദ്ധ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഏൽറുഹ
ശുശ്രൂഷയിൽ വന്ന് നിറയണമേ. ഈ അത്ഭുതമാല ആരൊക്കെ എപ്പോഴൊക്കെ അവരെല്ലാവരും വന്ന് നിറയണമേ. എല്ലാ അക്രസിലും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മശക്തിയെ ഞങ്ങൾ വന്ന് നിറയണമേ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരമടിച്ചുകൊണ്ട് വിശുദ്ധോട് ചേർന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധമ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവ്, വിശുദ്ധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയട്ടെ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, നീ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, നീ പുതുക്കുവാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. എല്ലാവരും പാടി. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കരമൊന്ന് ശ്രദ്ധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ആഗമനം പ്രഭാതം പോലെ സുരക്ഷിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തോഷ്ടി പോലെ അവർ നമ്മുടെ മേൽ വരും. ഹോസിയ 6:3 വചനത്തിന്റെ അഭിഷേകം വേണ്ടേ. കർത്താവിന്റെ ആഗമനം പ്രഭാതം പോലെ സുരക്ഷിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തോഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. കർത്താവിന്റെ വരവിന് വേണ്ടി കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വരണമേ, യേശുവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. Come on Lord, മാറാനാഥ വരണേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നമുക്ക് മുട്ടുകൾ കുത്താം. വലത് കരത്തിൽ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഈശോയെ നോക്കിക്കൊണ്ട് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാനായി കന്യാമറന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡ സഹിച്ച് കുരിശത്തറയ്ക്കപ്പെട്ട് പരിച്ചടയ്ക്കപ്പെട്ട് പാതാത്തിറങ്ങി മരിച്ചിട്ടിരുന്ന 3-ാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഇതിലും പാപങ്ങളും മോചനത്തിലും ചൈതന്യത്തിലും ഫലം നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണമേ, നാമം പൂജിതമാകണമേ, രാജ്യം വേണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ ഉപദേശങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്ന വിരോധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ ഉപദേശങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്ന വിരോധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, അറിവിൻ്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചനയുള്ള വരം ഞങ്ങൾക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ലഭിക്കാം. അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ ഉടയകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഒറ്റത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദുഃഖരഹസ്യം ഒന്നാം ദിവ്യരഹസ്യം, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് മൗനമായി നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ചേൻ. ആ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് സ്വയനെ പോലെ ഇതേ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി സമർപ്പിക്കുക. അങ്ങനെ നമ്മൾ അപ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥനയായി തീരുകയാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ സമർപ്പിച്ചോ. നമ്മെപ്പോലെ നമ്മൾ ഇതേ സമയം തന്നെ നമ്മോട് കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് നമുക്കൊന്ന് ഓർക്കാൻ സമർപ്പിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനെ ചോദിക്കുന്നതെല്ലാം അവിടെ നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിച്ചോ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും, അപ്പോൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. മർക്കോസ് 24 പരിപൂർണമായിട്ട് നമ്മുടെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് മനസ്സുകൊണ്ട് എല്ലാവരും ക്ഷമിച്ച് വിശ്വാസത്തോടെ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, രക്ഷിക്കണമേ.
എല്ലാ ആത്മാക്കളെയും വിശിഷ്യാമേയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഇരുകരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ, വിശ്വാസത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ പരമാധികാരണത്തിന് ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. മാമോദിസയിൽ കിട്ടിയ പരിശുദ്ധാത്മാവ്, ശരീരലേപനത്തിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവ്, കൂദാശകളിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എല്ലാവരിലും പരിശുദ്ധാത്മാവെന്ന് അറിയണം. നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ സമർപ്പിക്കാം, അയൽപ്പക്കാരൊക്കെ സമർപ്പിക്കാം. നമ്മുടെ വികാരത്തിനെയും മറ്റ് വൈദികരെയും സിസ്റ്റേഴ്സിനെ ആത്മാവ് പ്രേക്ഷിതരെയും തിരുസഭയെ മുഴുവനായി സമർപ്പിക്കുക. എല്ലാ മിഷൻ പ്രവർത്തനം മിഷണറിമാരെ സമർപ്പിക്കുക, മാർപ്പാപ്പയെ സമർപ്പിക്കുക, മെത്രാന്മാരെയൊക്കെ സമർപ്പിക്കുക. നല്ല നല്ല ദൈവവിളികളുണ്ടാകാൻ വേണ്ടി, നല്ല വൈദികർ സിസ്റ്റേഴ്സ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനമെടുക്കുക. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുന്ന മക്കളുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, കുമ്പസാരിക്കുക, ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ എല്ലാ ധ്യാനമന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കൊച്ചു ധ്യാനമന്ദിരത്തെ എൽറുഹ ധ്യാനമന്ദിരത്തെ സമർപ്പിക്കുക. ഇവിടുത്തെ ശുശ്രൂഷകളെ നല്ല നല്ല ശുശ്രൂഷകരെ കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ധ്യാനകേന്ദ്രത്തെ സാമ്പത്തികമായും പ്രാർത്ഥനയും സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും 4 പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ്. ഇവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷകളാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസ് നൊവേന, ശാലോം TV-യിലെ എല്ലാ ശനിയാഴ്ച 6:30 എൽറുഹ ദൈവദിന ശുശ്രൂഷ, താമസ ധ്യാന, ഏകദിന കൺവെൻഷനുകൾ, അനേക കാര്യങ്ങൾ, ലക്ഷങ്ങൾ വന്ന് പങ്കുചേരാൻ വലിയ വൻ സൗഖ്യങ്ങളും വൻ കൃപകളും മഹാത്ഭുതങ്ങളും സംഭവിക്കുക. അപ്പോസ്തലർ 5:12, അപ്പോസ്തലർ 4:30. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും ലോകം മുഴുവൻ സംഭവിക്കാൻ വേണ്ടി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ ശക്തനാക്കണമേ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ വചനങ്ങളുടെ അഭിഷേകം എല്ലാ എൽറുഹ ശുശ്രൂഷകൾ, ഇടവക ധ്യാനങ്ങളിൽ, സ്കൂൾ കോളേജ് ധ്യാനങ്ങളിലൊക്കെ സംഭവിക്കാൻ വേണ്ടി, എല്ലാ വെഞ്ചിരിപ്പ് ശുശ്രൂഷയിലും സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങളാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുക. ശുശ്രൂഷ വരങ്ങൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം. ഇരു കാര്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയും ഇവിടെ വന്ന് ധ്യാനിച്ചു പോയവരെയും ഇതിൻ്റെ അഭ്യുദയകാംക്ഷകളെ എല്ലാവരും ഈശോയെ സമർപ്പിക്കുന്നു. എല്ലാവരിലും പരിശുദ്ധാത്മാവെന്ന് പറയട്ടെ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ തിരുമേനി ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകാൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാവേ സഹായം സൃഷ്ടിതാവിന്നമ്മയെ ലോകത്തിനു മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളൊക്കെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ. വലിയ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബന്ധത്തിലുള്ള മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതുറന്ന് സുധിച്ചേ. ഹാലുലി അലുലിയ പറഞ്ഞ് ഹാലുലി അലുലി 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 അലുലിയ. യേശുവേ യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ മൂന്നാം ദിവസം ഈശ്വര തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈശ്വരസ്ഥനെ നമുക്ക് എഴുന്നേറ്റുന്നതുകൊണ്ട് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ രോഗികളായ മക്കളെ സമർപ്പിച്ച് രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളായ മക്കളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ അച്ഛൻ സ്തുതിക്കാൻ പറയുമ്പോൾ ശക്തമായി നിങ്ങൾ സ്തുതിക്കുക. അല്പസമയമാണ് നമ്മൾ സ്തുതിപ്പിക്കുക. സമയത്ത് ശക്തമായി സ്തുതിക്കണം. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാല അഭിഷേകം നമ്മിൽ വന്ന് നിറയുന്നത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. അറിയാവുന്ന പോലെ ഹല്ലേലൂയ വേഗത്തിൽ ഇടപെടാതെ പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുക. നിങ്ങളുടെ വീട് മുഴുവൻ കേൾക്കുന്ന സ്വരത്തിൽ തന്നെ സ്തുതിക്കുക. എല്ലാ അന്ധകാര ശക്തിയിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മുക്ക് മൂലയിൽ നിന്നൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ രോഗങ്ങളും സമർപ്പിക്കുക. നമ്മുടെ പോലെ ഇതേ രോഗപീഠം അനുഭവിക്കുന്ന ഒരു 50 ലക്ഷം പേരെ സമർപ്പിക്കാം. പിന്നെ നമ്മുടെ അയൽപ്പക്കത്തൊക്കെയുള്ള രോഗികളൊക്കെ സമർപ്പിക്കാം. അറിവിലുള്ള രോഗികൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ, ഇടവകയിലുള്ളവർ, നമ്മുടെ ബന്ധുത്വത്തിൽ സ്വന്തത്തിലൊക്കെ ഉള്ളവർ, അങ്ങനെ രോഗികൾ, കിടപ്പ് രോഗികൾ, ഓപ്പറേഷൻ പറഞ്ഞവർ, ക്യാൻസർ രോഗികൾ, മാരക രോഗങ്ങൾ, ഇനി എന്താ രോഗമെന്ന് മനസ്സിലാകാത്തവർ, ഗർഭസ്ഥ ശിശുക്കളുടെ രോഗങ്ങൾ, കുഞ്ഞു കുട്ടികളുടെ രോഗങ്ങൾ, സ്ത്രീ പുരുഷ സഹജമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, ലിവർ സംബന്ധമായ രോഗങ്ങൾ, ഈ മേഖലയിലൊക്കെ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ സമർപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ സമർപ്പിക്കുക. ആരോഗ്യപ്രവർത്തകരെ സമർപ്പിക്കുക.
സമ്പൂർണ്ണമായിട്ട് നമ്മളെല്ലാ രോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇനി മാറില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് വിധിയെഴുതിയ രോഗങ്ങളുണ്ട്. ഒത്തിരി മക്കളാണ് ഈ രോഗം മൂലം വേദന അനുഭവിക്കുക. അതിൽ അനേകായിരങ്ങൾക്കാണ് ഇതിനകം തന്നെ ഈ അത്ഭുതമായിലൂടെ സൗഖ്യം കിട്ടിയത്. നിസ്സാര അനുഗ്രഹം എന്നല്ല, ഒത്തിരി അനുഗ്രഹം. അതുപോലെയാണ് രോഗശാന്തി കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കുക. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മ വഴിയാണ് ഇതൊക്കെ സംഭവിക്കുക. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം, ശക്തിയേറിയ മധ്യസ്ഥം. ഈ അമ്മയുടെ തന്നെ കൂട്ടുവിളിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗികളായ നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാവരുടെയും രോഗപീഠകൾ എല്ലാം നമുക്കൊന്ന് ഓർക്കാം. ഒത്തിരിയേറെ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്രോസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നടാൻ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടെ നാശമുള്ള ആത്മാവെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. കണ്ണീരെല്ലാം പുണ്യപൂർത്തിയായിടും കണ്ണാടിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരമുയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന്റെ 4-ാം ദിവസം ഈശോ കുരിശുമെന്ന് ഗാഗുൽത്ത മലയിലേക്ക് പോകുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രസം നമ്മൾ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പാപികളായ മക്കളെ സമർപ്പിക്കാം. ദൈവത്തെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്ത ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒത്തിരിയേറെ നശീകരണ സ്വഭാവങ്ങളുള്ള എല്ലാ മക്കളെയും നാം സമർപ്പിക്കാം. ദൈവവിശ്വാസമില്ലാത്ത മക്കളെ സമർപ്പിക്കാം. വിശ്വാസമില്ലാത്ത എല്ലാ മക്കളെയും, നമ്മുടെ കുടുംബത്തിലുള്ള വഴിവിട്ട ജീവിതം നയിക്കുന്ന എല്ലാവരെയും, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അവരൊക്കെ സമർപ്പിക്കുക. ഒത്തിരിയേറെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നും ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടവരുണ്ട്, അവരെ സമർപ്പിക്കാം. വേറെ കുറേ വലിയൊരു സമൂഹം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര ദുർബോധം, ഫോൺ സെറ്റ്സ്, ഇതിനൊക്കെ അടിമപ്പെട്ട മക്കളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരെ, സ്വർഗ്ഗഭോഗികളൊക്കെ സമർപ്പിക്കാം. വലിയ തിന്മയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മൂലപാപങ്ങളുടെ വലിയ അഹങ്കാര, അസൂയ, അലസത, മോഹം, കോപം, കൊതി, ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ തന്നെ എല്ലാ പാപാവസ്ഥകളെയും, തർക്കദോഷങ്ങളൊക്കെ സമർപ്പിക്കാം. ദൈവാവസ്ഥയിലായിരിക്കുന്നവരൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാ പാപമേഖലകളെയും സമർപ്പിച്ച് ദൈവമേ എന്നെ ഒരു വിശുദ്ധനാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ അയൽപ്പക്കത്തും അറിവിലൊക്കെയുള്ള മക്കൾ, ഒരു കൂട്ടുകാരികൾ, സഹപ്രവർത്തകർ, അധികാരികൾ, എല്ലാവരെയും പാപജീവിതം നയിക്കുന്ന എല്ലാ മക്കളെയും അതിൽ നിന്നൊക്കെ ഒരു മാനസാന്തര വിശദീകരണം, ധ്യാനത്തിലൊന്നും പങ്കെടുക്കാത്തവർ, വചനം കേൾക്കാത്തവർ, ഈശോനാക്കത്തിൽ കൂദാശ ചെയ്തില്ലാത്തവർ, അവർക്കൊക്കെ ഒരു ധ്യാനം വന്നു കൂടാൻ, ഒരു കൗൺസിലിംഗ് സ്വീകരിക്കാൻ, ഒരു എളിമ എന്ന പുണ്യം കിട്ടാൻ നമ്മുടേതായ രീതിയിൽ നമ്മളൊക്കെ മേഖലകളൊക്കെ സമർപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, സകല നന്മകളുടെ ഉറവിടമായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയെ ഞങ്ങളിലുള്ളത് മുഴുവനും തിന്മയാണ്, നീ എന്തെങ്കിലും തന്നാൽ മാത്രമേ ഞങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ടാവുള്ളൂ. പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ നന്മ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, വളരെ എളിമയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവമേ എന്നെ ഒരു വിശുദ്ധനാക്കണേ, വിശുദ്ധയാക്കണേ, ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും വിശുദ്ധരാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണെന്ന ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നടാനെ രക്ഷിക്കണമേ. സഹായം കൂടെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പാപികൾക്ക് പാപഭാരം പോക്കിടും സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. വാതുറന്ന് ശ്രദ്ധിച്ച് ഭാഷയുള്ള ഭാഷാത്ത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവ് ആരാധിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് ദുഃഖത്തിന്റെ 5-ാം രഹസ്യം, ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്നൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും, അപോഷം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികളെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. അവരെയൊക്കെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ഞെരുക്കങ്ങളും തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നൊരു പ്രാർത്ഥനയാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മരിച്ചവരെയൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. 33 തലമുറയും മരിച്ചുപോയവർ നമ്മുടെ തന്നെ മരണത്തിൽ നിന്ന് ഓർക്കുക. നിത്യജീവൻ, സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ, മരണം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുക. ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. അവിടെ എൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട്, യേശുവിന് 1-ാം സ്ഥാനം, എപ്പോഴും ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കുക. എന്നാൽ നീ പാപം ചെയ്യില്ലെന്നാണ് പറയുക. പ്രഭാഷകൻ 33 പറയുകയാണ്, മരിച്ചവരോടുള്ള കടമ അത് നീ മറക്കരുത്. മരിച്ചവരോടുള്ള കടമ നീ ഒരിക്കലും മറക്കരുത്. മരിച്ചവരോടുള്ള കടമ നീ മറക്കരുത്. നമുക്കത് ആ വചനത്തിൻ്റെ അഭിഷേകമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുക. മരിച്ചവരെ മറക്കാതെ നമ്മൾ അവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപോഷം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയി കുട്ടികളോടൊക്കെ സമർപ്പിക്കാം. ഏറ്റുവന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉപദ്രവത്തെ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നടാ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം കൂടുതൽ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. ജന്മപാപമേശിടാത്ത നിർമ്മലയാം രാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരിരിരി പോരാ ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ ഹാല ബാല 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 ബാല. നമ്മൾ ഈ ജപമാലയിൽ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുവല്ലിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബല തത 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 ശബല ദമ ഹാല ബാല ദീബാസീല ഹാല ബാല 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 ബാല. ശിരിരിരി എല്ലാ തടസ്സങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരിച്ചുപോയ പൂർവ്വികരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപ ശാപ ബന്ധനങ്ങളെല്ലാം മാറിപ്പോട്ടെ. ശരി പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോട്ടെ. പാരമ്പര്യ തകർച്ചകൾ പാരമ്പര്യ ദുശീലങ്ങൾ മാറിപ്പോട്ടെ. പരസ്പരം പ്രാർത്ഥിക്കുന്നു. ശിരിരി പോരാ വാ തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലജ്ജകൂടാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രായമായവരെ സമർപ്പിക്കുന്നു. കിടപ്പ് രോഗികളെ സമർപ്പിക്കുന്നു. യുവതി യുവാക്കന്മാരെ കുഞ്ഞുമക്കളെ മധ്യവയസ്കരെ എല്ലാം സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണേ വിശുദ്ധീകരിക്കണേ വിശുദ്ധീകരിക്കണേ. ജീവന്റെ വെളിച്ചം
നീയൻ അഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ലേ നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് വത്സമ്മ. ഞാൻ മണമുളി നെരുവാലമുണ്ട ഇടവകയിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ എൻ്റെ കണ്ണിൻ്റെ പോളയുടെ ഉള്ളിൽ ഒരു കുരു വന്നു. അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പൊട്ടിച്ചു. ഒരാഴ്ചയായിട്ടും ബ്ലഡ് വരവ് നിന്നില്ല. ഞങ്ങൾ വേറെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള തുള്ളിമരുന്ന് ഒഴിക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു കുറവില്ലെങ്കിൽ കോഴിക്കോട് കോംട്രസ്റ്റിൽ കൊണ്ടുപോയി ബയോപ്സി ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. ജൂൺ 27 വെള്ളിയാഴ്ച ഞങ്ങൾ കോഴിക്കോട് പോയി. 28 ശനിയാഴ്ച 6:30 ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജോമോനെയും ജോമോൻ്റെ അമ്മയും ഈശോ തൊട്ടനുഗ്രഹിക്കുന്നതെന്ന്. ജോമോന് ലേശ സ്ഥലവും ഒരു വീടും കൂടെ അന്ന് തന്നെ വാങ്ങാൻ പറ്റിയായിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന്. പിറ്റേ ദിവസം മുതൽ എൻ്റെ കണ്ണിൽ നിന്നുള്ള ബ്ലഡ് വരവ് നിന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ കിട്ടിയതാണ് കേട്ടോ. വചന ഏറ്റു പറഞ്ഞ ചേച്ചി ഡേറ്റ് ഓർക്കുന്നുണ്ടോ? 28 മാസം ജൂൺ 28. ജൂൺ 28 ദൈവവചന ശുശ്രൂഷയിലാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ? മകന് കിട്ടിയ അനുഗ്രഹം വീട് വാങ്ങാൻ പറ്റിയിരുന്നു അല്ലേ? സ്ഥലവും വീടും കൂടെ വാങ്ങി. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ 2 കാലിൻ്റെയും തള്ളവരിൽ നഖത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയ വെഞ്ചരിച്ച് ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. മൂന്നാമത്, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയ കല്ലുപിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻസി. ഞാൻ കുണ്ടായത്തോട് ഇടവകയാണ്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവന് 2.5 വയസ്സ് മുതൽ അലർജി എന്ന അസുഖമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ എന്തിൻ്റെ അലർജി എന്നറിയില്ല, തുമ്മലും ചുമയും ദേഹം മുഴുവൻ ചൊറിച്ചിലുമാണ്. അപ്പോൾ ഞങ്ങൾ 2.5 വയസ്സ് മുതൽ ഇപ്പോൾ അവന് 14 വയസ്സായി. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ ദിവസവും തുടർച്ചയായി വൺ ഡേ കൺവെൻഷന് വരും. ഹസ്ബൻഡ് ഞാനും താമസിച്ചുള്ള ധ്യാനത്തിലും പങ്കെടുത്തു. അതിൽ ഞങ്ങൾ നിയോഗം എഴുതിയിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവന് വേണ്ടിയിട്ട്. ഇവന് വേണ്ടിയിട്ട്. ഇവൻ വരാറുണ്ടോ വൺ ഡേ കൺവെൻഷന്? വരാറുണ്ട്, വല്ലപ്പോഴും വരാറുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം വരും. വെരി ഗുഡ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിയോഗം സമർപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ അത്ഭുത ജപമാല എല്ലാ ആഴ്ചയും ഞങ്ങൾ അത്ഭുത ജപമാല കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ അലർജി ഉള്ളവർ പ്രാർത്ഥിക്കുകയോ മാറിക്കോളൂട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങളും അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു 50 പ്രാവശ്യം 50ാമത്തെ നിയോഗത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുന്നില്ല. അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ രാവിലെ ചായ കുടിക്കാതിരിക്കുമ്പോൾ തുമ്മൽ തുടങ്ങും. ഒരു 30-40 തവണയൊക്കെ തുമ്മും. അപ്പോൾ പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെടും ഇവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞാൽ തീരെ തുമ്മുന്നില്ല. പൂർണ്ണമായിട്ടും അത് മാറി. ചൊറിച്ചിലും മാറി. നല്ലൊരു കൈയ്യടി കൊടുത്തേ. 2.5 വയസ്സ്. ഇതാണ് സാക്ഷ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. 2025 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനായിൽ ജീവിച്ച് കടന്നുപോയ ഒരു ദൈവം, അതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കുകയാണ്. അന്ന് അവൻ ബർത്തിമേസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേർക്കൊക്കെ സൗഖ്യം കൊടുത്തെങ്കിൽ, കുഷ്ഠരോഗ രോഗികൾക്ക് സ്കിന്നിൻ്റെ ഡിസീസൊക്കെ മാറ്റി കൊടുത്തെങ്കിൽ, ഇന്ന് അതേ കർത്താവ് കണ്ടില്ലേ ഈ കൊച്ചിന് ഈ പറഞ്ഞ രീതിയിലുള്ള ചൊറിച്ചിലും മാന്തലും 2.5 വയസ്സ് മുതൽ. ഇപ്പോൾ കൊച്ചിന് എത്ര വയസ്സായി? 14 വയസ്സായി. തുമ്മൽ 30ഓളം തുമ്മലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഓടുന്നത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടേ മനസ്സിലായി എന്തുമാത്രം മനോവിഷമം ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവും. അല്ല, ശാരീരിക പീഡ, മനോവിഷമം രണ്ടും. മനസ്സിലായോ? അപ്പോൾ അതാണ് സൗഖ്യം കിട്ടുന്നത്. ചിലർ ഈ സൗഖ്യത്തെയൊക്കെ ഒത്തിരി വിമർശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. മനസ്സിലായോ? കർത്താവിൻ്റെ ദൈവരാജ്യം ഇവിടെ വന്നു അല്ലെങ്കിൽ യേശു എന്നും ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അത്ഭുത രോഗശാന്തിയും വിടുതലും സൗഖ്യവും അനുഭവങ്ങളൊക്കെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതുമല്ല, അവൻ ചെറുതായിരുന്നപ്പോൾ തന്നെ പുറത്തായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ വെള്ളം പറ്റാഞ്ഞിട്ട് മുടി നരയ്ക്കുമായിരുന്നു. അപ്പോൾ 4-5 വയസ്സായപ്പോൾ തൊട്ട് മുടി നരച്ചു തുടങ്ങി. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ
നന്നായി നരച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വെള്ളം തേച്ച് ബ്ലസ് ചെയ്യും അവനെ രാവിലെ എഴുന്നേറ്റ്. ഇപ്പൊ തീരെ മുടി നരയ്ക്കുന്നില്ല, കംപ്ലീറ്റ് മാറി. എന്തൊരു വലിയ അനുഗ്രഹങ്ങളാ. എല്ലാത്തിനും ദൈവത്തിനും കൂടി നന്ദി പറയുന്നത് കേട്ടോ. പ്രൈസ്. എൻ്റെ പേര് പ്രീതി, ഞാൻ കല്ലുരുട്ടി ഇടവാംഗമാണ്, കോഴിക്കോട് ജില്ല. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. 2023 അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, -. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പാന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും ആക്കിയില്ല. ഞാൻ 2024 ഇവിടെ വന്ന് കുടുംബസമേതം വന്ന് ധ്യാനം കൂടി പോയിട്ടുണ്ടായിരുന്നു. താമസമുള്ള ധ്യാനമാണ്. ഭർത്താവും ഞാനും മോനും കൂടെ കൂടിയായിരുന്നു. നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയിട്ട് ഇപ്പം 3 ചെക്കപ്പ് കഴിഞ്ഞു. 3 ചെക്കപ്പിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉടനെ വരാൻ കാരണം ഉണ്ടായത് ഞാൻ ഈ മിനിങ്ങാന്ന് നോക്കുമ്പോൾ ചെവിയുടെ പുറകിലൊരു നീര് പോലെ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ, ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ? ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും ഈ ടെസ്റ്റ് ചെയ്തുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ അച്ഛൻ്റെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഞാൻ വീട്ടിലിരുന്ന് കൂടുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പ്രീതി എന്നൊരു മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ദൈവം ഇനി സാക്ഷ്യം കൊടുക്കാഞ്ഞിട്ടായിരിക്കും എന്നിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. വന്നപ്പോ വിളിച്ചു പറയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നു? ഉണ്ട്. ഞാൻ കൂടുന്ന അച്ഛനോട് അതിൻ്റെ അടുത്ത് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു 90 അത്ഭുതമാല കൂടാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 33 എണ്ണം കൂടാൻ പറഞ്ഞു. പിന്നെ 9 ശനിയാഴ്ചകൾ ഞാൻ അവിടെ വന്നു. എല്ലാ മാസം ഇത് വരാൻ പറ്റിയില്ലെങ്കിലും 2 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് സുഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബിന്ദു എന്ന് പറയുന്ന കുട്ടി ഒരു ഹിന്ദു കുട്ടിയാണ്. ആ കുട്ടി എൻ്റെ ആൻറ്റി മുഖേനയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാൻസറായിട്ടിരിക്കുമ്പോൾ ആ കുട്ടിയെ പരിചയപ്പെട്ടു. ആ കുട്ടി ക്യാൻസറായിട്ട് ഗൾഫിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ഇൻഷുറൻസിന് തുക കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഏൽറുഹായിൽ പ്രാർത്ഥിച്ചോ, ഞാൻ നിയോഗം വെക്കണം, ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി 2 ശനിയാഴ്ച ഏൽറുഹായിൽ ഇവിടെ ദശാംശം അയച്ചു കൊടുത്ത് ഏകദിനം ചെയ്യിപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ഇൻഷുറൻസ് തുക തിരിച്ചു കിട്ടും. നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കാരണം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയല്ല, നാട്ടിൽ കൂടിയിട്ട് പോയതായിരുന്നു. അത് അവൾക്ക് കിട്ടിയെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. നല്ലൊരു ഇതായിപ്പോയി. പിന്നെ എൻ്റെ അനിയത്തി സിനി എന്ന് പറയും, അവൾക്ക് പെട്ടെന്ന് തൈറോയിഡിലൊരു മുഴ പോലെ വന്നു. അതും തൈറോയിഡ് തന്നെ 4ാമത്തെ ഗ്രേഡിൽ പെട്ടതാന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവള് പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പ്രൈവറ്റിൽ കൊണ്ടുപോയി കാണിച്ചു. പ്രൈവറ്റിൽ തന്നെ അവിടെ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇവിടെ FNAC എടുത്തു. അപ്പം അതോ ഇതോ എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വേഗം ഞാൻ ഇവിടുത്തെ ഉത്തിരിയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു വിട്ടു. അത് ധരിച്ച് പിന്നെ അവളെ ഞാൻ തന്നെ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സി വന്നപ്പം തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം കേട്ടോ. പ്രൈസ് ശക്തമായി കരങ്ങളടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് ലിസമ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആരാധന കഴിഞ്ഞ് അച്ഛനിവിടെ വെളിപ്പെടുത്തി മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അത് ഞാനായിരുന്നു. 3 മാസമായിട്ട് എനിക്ക് ഈ അസുഖമുണ്ടായിരുന്നു. പല ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടുപിടിച്ചു. ഇനി ഒരു സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് എൽഹുറയിലൊരു ധ്യാനം കൂടിയതിന് ശേഷം പോകാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ വന്നിരുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിരുന്നു ബ്ലഡിലൂടെ മലം പോകുന്നുണ്ടോ എന്ന് നോക്കണമെന്ന്. ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനൊരു അവസ്ഥ എനിക്ക് കാണാനിട വന്നിട്ടില്ല. ശക്തമായിട്ട് കൈയടിച്ച് നല്ലൊരു കൈയടി കൊടുത്തേൻ. ആദ്യത്തെ ദിവസം ഞായറാഴ്ച തന്നെ ചൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരാൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞിട്ട് വേണം പോകുന്നത്. കണ്ടല്ലോ, ഈ സഹോദരിക്ക് കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇവിടെ വന്നു ആദ്യത്തെ ദിവസം വിളിച്ചു പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ 5 ദിവസം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. നന്ദി കൊടാനുകൂടി നന്ദി പറഞ്ഞു കേട്ടോ. പ്രൈസ് ലോർഡ്. ചൊവ്വാഴ്ചത്തെ കൗൺസിലിങ്ങിനും ഫസ്റ്റ് കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനും ശേഷമുള്ള ആരാധനയിൽ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു അലർജി രോഗികളായിട്ടുള്ള കുറേ പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. അതിൽ അച്ഛൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം തുമ്മൽ വരുമ്പോൾ 4 ടവൽ ഉപയോഗിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 4 അല്ല 5 അല്ല അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം ടവലുകളൊക്കെ മാറ്റി തോർത്തലോട്ട് മാറി. പിന്നെ അതൊരു ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയത്, ധ്യാനത്തിന് വരാൻ ബുക്ക് ചെയ്ത അന്ന് ആഴ്ചയ്ക്ക് 3 പ്രാവശ്യം വരുന്ന തുമ്മൽ ബുക്ക് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും തുമ്മല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാവരെയും പോലെ 5 ദിവസം മതി, എനിക്ക് 5 ദിവസം ഇവിടെ ഇരുന്ന് വചനം കേൾക്കണം, അതിനിടയ്ക്ക് ഈ തുമ്മൽ എനിക്ക് തന്നേക്കരുതെന്ന് പറഞ്ഞു.
എനിക്ക് ഫാനിൻ്റെയോ അല്ലെങ്കിൽ എ സിയുടെയോ ഒന്നും എനിക്ക് എ സിയിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല, ഫാനിൻ്റെ ഓവർ കാറ്റടിക്കത്തില്ല. പക്ഷേ കിടക്കുന്നിടത്ത് കുറേ ഫാനുകളാണ്. അപ്പം അവിടെ ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു എനിക്ക് തുമ്മലുണ്ട്, അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്ന് എ സിയിൽ 2 ദിവസം എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിറച്ചു, പക്ഷേ ഞാൻ തുമ്മിയിട്ടില്ല. ഇതുവരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തുമ്മലെന്ന ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. ഇതുവരെ എന്തോ എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ഈ രോഗം? എനിക്ക് ഒരു 20 വർഷമായിട്ട് ഇതുണ്ടായിരുന്നു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ എത്രയോ വലിയ രോഗാവസ്ഥ, എന്തുമാത്രം ചികിത്സകളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതാണ് ഈ മാറിക്കിട്ടിരിക്കുന്നത്. ഈ സഹോദരി എൻ്റെ അടുത്ത് ഓടി വന്നിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ അച്ഛൻക്ക് വലിയ സൗഖ്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൈസല. അതിനുശേഷം അച്ഛൻ ഇവിടെ പിന്നെ ആരാധന കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, നാക്ക് കടിക്കുന്ന അസുഖമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാനാണ്. ചിലപ്പോൾ ഒരാഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ എനിക്ക് നാക്ക് കടിക്കും. കടിക്കുന്ന സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാറുണ്ട്. നാക്ക് തന്നെയല്ല, കവിളും കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറയും, ഇതെന്തോ പുതിയൊരു അസുഖമാണ്, ഇതാരെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഞാൻ ഓർത്തില്ല. പക്ഷേ അച്ഛൻ പ്രാർത്ഥനയിൽ അത് പ്രത്യേകം പറഞ്ഞു, നാക്ക് കടിക്കുന്ന ഒരാളുടെ ആ ഒരു അവസ്ഥ കർത്താവും മാറ്റി കൊടുക്കുന്നെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡൂല. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ബേബി പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ കൂടി തലറങ്ങി തണ്ടലടിച്ചു. കട്ടിലേമ്മലാണ് എവിടെയെന്നറിയില്ല, വീണു. തണ്ടലിൻ്റെ അടിഭാഗം പൊട്ടി. ശരീരം മുഴുവനും എന്നിപ്പോൾ കാണുന്ന പോലെ ആൾക്കാർ കണ്ട പേടിക്കുന്ന വിധത്തിൽ നീര് വന്നു മുട്ടി അങ്ങോട്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആസ്പത്രിയിൽ 10 ദിവസം ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് ബെൽറ്റ് ഇട്ടു. ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം ബെൽറ്റ് ഇട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വായോ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിലേക്ക് പോന്നു. പക്ഷെ ആസ്പത്രിയിൽ നിന്നും വീട്ടിൽ വന്നതിനുമ്പോൾ എനിക്ക് തണ്ടൽ നിവരുന്നില്ല. വീണ സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു 2 ദിവസം. ഞാൻ 2 കൈയും കാല് നിൽക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ല, കിടക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ 2 കൈയും കട്ടുമ്പോൾ കുത്തിയിട്ടാണ് പതുക്കെ നിൽക്കലൊന്ന്. പിള്ളേർ 2 ആൺപിള്ളേരുണ്ട്. അവർ എന്നെ ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതേ അവസ്ഥയായിരുന്നു. ഒരു വശം ചരിഞ്ഞ് പതുക്കെ കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. അതികഠിനമായ വേദന. ശരീരത്തിൽ ഒരു 150 കിലോ ഭാരം കയറ്റി വെച്ചേക്കണ ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈശോയോട് ഭയങ്കര ദേഷ്യമായി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഭർത്താവില്ല, മക്കളെ ഞാൻ വളർത്തി ഇത്രയാക്കി, ഇത്രയും വേദനിച്ചിട്ടും എന്നെ ഇങ്ങനെ ചെയ്തല്ല, ഇത്രയും വലിയ വീഴ്ച തന്നല്ലോ എന്ന് ഓർത്തിട്ട് ഈശോയോട് ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ. എൻ്റെ ഈ വേദനയുടെ സമയത്ത് പോലും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഈ വേദന മാറ്റിത്തരണമെന്ന്. പക്ഷെ എനിക്ക് വേളാങ്കണ്ണി മാതാവിനോട് ചെറുപ്പത്തിലേ മുതലുള്ള ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മകൻ എന്നെ ചൂടുവെള്ളത്തിൽ ഡ്രസ്സൊക്കെ ഇതൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവൻ അടുക്കളയിലേക്ക് എന്തോ ചെയ്യാൻ പോയപ്പോൾ ഞാനിങ്ങനെ എന്നെ കിടത്തിയിട്ട് ചെരിഞ്ഞ കിടക്കണത്. അപ്പോൾ ഞാനിങ്ങനെ 2 കൈയും കുത്തി ഇങ്ങനെ ആരോ വന്ന് എന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിൽക്കണ പോലെ തോന്നി. തണ്ടൽ നിവർന്നിട്ടില്ല. അപ്പോൾ കൈ കുത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ പുറയിൽ വന്നിട്ട് പറഞ്ഞ്, മോളെ എന്തിനാ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയാ, നീ എൽഡ്രൂഹ എന്ന് 3 പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഈ പേര് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കട്ടുമ്പന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴും. ആ കൈ കട്ടുമ്പ കുത്തി നിൽക്കണ ബലത്തിലാണ് ഞാൻ നിൽക്കണത്. ആകെ വിറക്കായിരുന്നു. അപ്പം മാതാവ് പിന്നെയും പറഞ്ഞു എന്നോട്, വേളാങ്കണ്ണി മാതാവിൻ്റെ അതേ ആ സ്വർണ്ണ കളർ ഉടുപ്പിട്ടിട്ടുള്ള രൂപം തന്നെയായിരുന്നു മനസ്സിൽ ഞാൻ കാണുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, കൈ വിടൂ, വീഴില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൈയൊന്നും മുകളിലോട്ട് എൻ്റെ പൊന്തില്ല. അങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് വിട്ടു നോക്കി. കുറേ നേരം പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൽറൂഹ എന്ന് വിളിച്ചപ്പോൾ ഇച്ചിരി പൊന്തി കൈ. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം എൽറൂഹ എന്ന് വിളിച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി. 3ാമത്തെ പ്രാവശ്യം എൽറൂഹ എന്ന് പറഞ്ഞൊക്കെ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ തലയിൽ ഇങ്ങനെ മഴ പെയ്യണ പോലെ ഒരു വെള്ളമൊക്കെ എൻ്റെ നട്ടലിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോയി. മഴയത്ത് നനഞ്ഞ് ചെയ്ത് നിൽക്കണ പോലെ തോന്നിയത്.
അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ കൈ നന്നായിട്ട് ഉയർത്താൻ പറ്റി ചേച്ചിക്ക്? ഉയർത്താൻ പറ്റി. ഈ വെള്ളം ഇങ്ങനെ നട്ടലിൻ്റെ ഉള്ളിൽ കൂടി പോയപ്പോൾ നട്ടെല്ലാം അങ്ങോട്ട് നിവർന്നു. ഞാൻ തന്നെ നിന്നു. എൻ്റെ മോൻ എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അമ്മ ഇതെന്ത് പറ്റി എന്ന് വെച്ച് വേദനയ്ക്കുള്ള പിള്ളേരുള്ള കുഴമ്പുകൾ മുഴുവൻ പെട്ടെന്നിട്ട് പറ്റുന്നുണ്ട്. ഒരു വേദനയ്ക്ക് ഒരു അത്രയ്ക്ക് കഴിയട്ടിൽ പൊട്ടിയേക്കണായിരുന്നു. അതികഠിനമായ വേദനയായിരുന്നു. അതാണ് ഈശോ ആ വേദന കൂടുന്തോറും ഈശോയോട് ഞാൻ ദേഷ്യം പ്രകടിപ്പിച്ച്. അപ്പം അങ്ങനെ ഇരിക്കുക. അപ്പം എന്നിട്ട് ഇങ്ങനെ കണ്ടേന്നുള്ള ആലോചനയിലായിരുന്നു. അന്ന് ഈ അനുഭവത്തിന് ശേഷം ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷം ചേച്ചിയുടെ വേദന പോയി. ഇപ്പൊ നന്നായിട്ട് നടക്കാനും ഞാൻ നടക്കുന്നുണ്ട്. എത്ര നാളായി ഇപ്പൊ? എത്ര നാളായി? ഇപ്പം മെയ് മാസത്തിലാണ് സംഭവിച്ചതില്ല. കണ്ടോ, 2 മാസം കഴിഞ്ഞു. നല്ലൊരു കയ്യടി കൊടുത്ത്. ഇതെന്തോ വലിയൊരു ദൈവാനുഭവമാണല്ലോ ചേച്ചിക്ക് ഉണ്ടായത് അല്ലേ? ചേച്ചി ഇപ്പൊ ഈ എൽറുഹിയെ പറ്റി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ മാതാവ് ഇങ്ങനെ പറയാണ് ഈശോ എന്ന് വിളിക്കാനല്ല പറഞ്ഞത്. എൽറുഹ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് കേട്ടോ, ദൈവാത്മാവ്. എന്ന് വെച്ചാൽ ദൈവം, റൂഹ എന്ന് വെച്ചാൽ ആത്മാവ്. ഞാൻ ഈശോനെ വിളിക്കാണ്ടായപ്പോ മാതാവ് എനിക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ചു. ഈശോ വന്ന് പരിശുദ്ധാത്മാവിന്റെ ഇതിൽ എനിക്ക് രോഗസൗഖ്യം തന്നതിന് കോടാനുകോടി നീരും പോയി, വേദനയും പോയി, ഒന്നുമില്ല. ഈ 2 മാസമായിട്ട് മെയ്, ജൂൺ, ജൂലൈ, ഇപ്പൊ 3 മാസമായി, 3-4 മാസം. അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ധ്യാനകേന്ദ്രം കൂടി ഉണ്ടെന്നും. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് ധ്യാനം കൂടി പോകാന്നുള്ള സാക്ഷ്യപ്പെടുത്താന്നല്ലേ. വലിയ സാക്ഷിയാണല്ലോ അല്ലേ? പിന്നെ എൻ്റെ ഇവിടെ ഈ ധ്യാനം കൂടിയപ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു. ആ ചൊറിച്ചിൽ മാറിക്കിട്ടി ധ്യാനത്തിൽ. കുറെ നാളെ 6 മാസത്തെ ചൊറിച്ചിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ. കണ്ണിന്റെ ചൊറിച്ചില്, കണ്ണിന്ന് വെള്ളം വരിക അവസ്ഥയ്ക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അനേകം അത്ഭുതങ്ങളിൽ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂതോച്ചാരണ വസ്തുക്കളാണ് എന്നത് നിങ്ങളിവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും കുറേ സാക്ഷ്യങ്ങളാണ് വോയിസ് മെസ്സേജായിട്ട് അല്ലാതെയും മറ്റ് ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷനിലും താമസമുള്ള ധ്യാനത്തിലും ആളുകൾ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. അതിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളത്. ഇത് കുറേ മക്കൾക്ക് ഇത് അറിയില്ല. ചിലരിതൊരു അന്ധവിശ്വാസമായിട്ട് കരുതുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. ഇത് ബൈബിൾ അടിസ്ഥാനമാണ്, സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഭൂതോച്ചാരണ വസ്തുക്കളിൽ പെടുന്നതാണ് ഹന്നാവെള്ളം, ഹോളി വാട്ടർ. അതുപയോഗിക്കുക. വിശുദ്ധീകരിച്ച എണ്ണ, അതായത് വെഞ്ചിരിച്ച ഒലിവെണ്ണ, ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറിയിട്ടും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് വെഞ്ചിരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. വെഞ്ചിരിച്ച തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം വളരെ നല്ലതാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ വീട് ഹന്നാവളം തെളിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കം പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. പാമ്പ് ശല്യം, എലിശല്യം, മൂട്ടശല്യം, ഇങ്ങനെ പല ശല്യങ്ങളും അസ്വസ്ഥതകളും, പല അടിക്കടി രോഗപിള്ള, ഇന്നും ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥകളും മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് എനർജി വിറ്റുപോകാത്ത സ്ഥലങ്ങൾ, പലതരത്തിലുള്ള പൈശാചിപിഴകൾ, കൃഷിഭൂമി വിളവ് നൽകാത്ത അവസ്ഥ, ഇതൊക്കെ മാറിപ്പോൾ വെഞ്ചിരിച്ച കല്ലുപ്പ് ഒരു വൈദികനെ കൊണ്ട് നന്നായിട്ട് വെഞ്ചിരിച്ച് വിശ്വാസമാണ് ചൊല്ലി നിങ്ങളുടെ വീടിന് ചുറ്റും പറമ്പിലും കോഴിക്കോടിൻ്റെ അവിടെ കിണറ്റിലും ഇതൊക്കെ കൊണ്ടു ചെല്ലുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ വെഞ്ചിരിച്ച എണ്ണ, അത് പ്രത്യേകിച്ച് ഒലിവെണ്ണ നിങ്ങളുടെ മുട്ടുവേദന, കാലുവേദന, ത്വക്ക് സംബന്ധമായ എല്ലാ രോഗങ്ങൾ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, ഹെർണിയ, ഫിസ്റ്റുല, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം ബൈബിൾ അടിസ്ഥാനമാണ്, സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുന്തിരിക്കം പോക്കിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹന്നാവളത്തിൻ്റെ ഫലങ്ങളും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ധാരാളം ഉപയോഗിക്കും. ഒപ്പം തന്നെ ഈ ഹന്നാവളം ധാരാളം കുടിക്കുന്നതും വെഞ്ചിരിച്ച തേൻ കഴിക്കുന്നതും കൈവിഷവും വിഗ്രഹാർപ്പിത ഭക്ഷണത്തിലൂടെ നമ്മുടെ വയറ്റിൽ പോയ പല കാര്യങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന മാനസിക, ശാരീരിക മറ്റ് അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ, രോഗപീഡകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പീഡകളും വിട്ടുപോകാൻ ഇങ്ങനെയുള്ള വെഞ്ചിരിച്ച തേൻ 2 സ്പൂൺ കാലത്തും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നതും ഹന്നാവെള്ളം ധാരാളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഒത്തിരിയേറെ ഭൂതോച്ചാടകരായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള എക്സോസിസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫാദർ ഗബ്രിയേൽ അമോൽത്ത് സഭ അംഗീകരിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ പറയുക. അതും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ അത് ഉപയോഗിക്കുക. അതിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കിട്ടുമ്പോൾ എൽറുഹയ്ക്ക് അത് വിളിച്ചറിയിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് തന്ന സന്ദേശത്തിൻ്റെ പേരിൽ അച്ഛൻ ഈ ദിവസങ്ങളിൽ എഴുതിയ ഒരു പുസ്തകമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരുള്ള പുസ്തകം. ഈ പുസ്തകം എഴുതണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ എൽറുഹ ധ്യാന കേന്ദ്രത്തിലെ ഒരു കൗൺസിലർ എന്നോട് പറയുകയായിരുന്നു, അച്ഛനെ കൊണ്ട് മാതാവ് ഒരു പുസ്തകം എഴുതിപ്പിക്കുന്നു എന്നൊരു സന്ദേശം എനിക്ക് തരികയായിരുന്നു. അങ്ങനെയാണ് ആ പുസ്തകം എഴുതണമെന്ന ആ ഒരു വലിയ ബോധ്യം എനിക്ക് ലഭിച്ചതും ആ പുസ്തകം എഴുതിയതും. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഓരോ പുസ്തകം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ കൈവശം ഈ പുസ്തകം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ
അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പലതും അല്പസമയം കേൾക്കുമ്പോൾ അവർക്ക് അതിന് വേണ്ട ഒരു പരിഹാരം, ഈശോയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം, എങ്ങനെ ആ പരിഹാരം നേടിയെടുക്കാമെന്നതിനെ പറ്റി പറയാൻ പലപ്പോഴും എനിക്ക് നേരം കിട്ടാറില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് വിടുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ പുസ്തകത്തിലൂടെ വലിയൊരു അറിവ് നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നതിനെ പറ്റി നമുക്ക് ലഭ്യമാണ്. അതിൽ ഓരോ അധ്യായവും നിങ്ങൾ വായിക്കുക. അച്ഛനെഴുതിയ ലേഖനങ്ങൾ അതിലുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ കുറേയൊക്കെ എഴുതി വെച്ചത് അതിൽ ചേർക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ, പലർക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആ പുസ്തകം വായിക്കുക. ആ പുസ്തകത്തിൽ വായിച്ചു പോകുമ്പോൾ തന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായൊരു അറിവ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു പുസ്തകം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എൽ റുഹ ധ്യാനികൻ്റെ സ്റ്റാളിൽ നിന്ന് ആ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം സെപ്റ്റംബർ 21 തൊട്ട് 26 വരെ വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം ഉണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. സിസ്റ്റേഴ്സിനുള്ള ധ്യാനം ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 5 വരെയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും വൈദികരെയൊക്കെ നിങ്ങളിത് അറിയിക്കണമെന്നും കൂടി, അങ്ങനെ ഒരു പ്രേക്ഷിത വേല ചെയ്യണമെന്നും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളവരെ ഇവിടെ ഒത്തിരി പേര് കൗൺസിലിങ്ങിനാണ് ഓടി വരിക. അതുകൊണ്ട് തന്നെ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ശുശ്രൂഷ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് ആ സൗകര്യം ലഭിക്കുക. ഓഫീസിലേക്ക് വിളിച്ച് മുൻകൂട്ടി ബുക്കിംഗ് എടുത്ത് അവർ പറയുന്ന ആ സമയത്ത് തന്നെ പരമാവധി എത്താനായിട്ട് നോക്കുക. അങ്ങനെ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇവിടെ എല്ലാ ചൊവ്വയും ബുധനും എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇവിടെ വന്നുകൊണ്ടുള്ള കൗൺസിലിംഗ് ആണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഫോണിലൂടെയുള്ള കൗൺസിലിംഗ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫോണിംഗ് കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴാഴ്ച ഇന്ത്യയിലുള്ള മലയാളികൾക്കാണ് ഫോണിംഗ് കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. വെള്ളിയാഴ്ച വിദേശത്തുള്ള മലയാളികൾക്കാണ് ആ സൗകര്യം ഉണ്ടായിരിക്കുക. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇനിയും ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ നിങ്ങളിത് അറിയിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു പതിവ് പറയുന്നത് പോലെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മിഷൻ സ്റ്റേഷനിലുള്ള ഈ ഒരു കൊച്ചു ധ്യാനമന്ദിരം ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥം വഹിക്കാൻ താല്പര്യമുള്ളവരെ അച്ഛൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അല്പം ത്യാഗം എടുത്തിട്ട് ദൂരെ നിന്നൊക്കെയാണെങ്കിലും നിങ്ങൾ വന്ന് രാവിലെ ഒരു 9:00 മുമ്പായിട്ട് എത്തി നിങ്ങൾക്ക് 4 മണിയാകുമ്പോൾ പോകാവുന്നതാണ്. ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അത് ഉപവസിച്ച് വന്ന് പ്രാർത്ഥിക്കാം. ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും. ഇവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ശക്തമായ രീതിയിൽ ഈ എൽ റുഹ ശുശ്രൂഷകൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരച്ഛൻ ക്ഷണിക്കുക. ഇനി ഒട്ടും വരാൻ പറ്റാത്തവർ, എന്നാൽ മധ്യസ്ഥം വഹിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന മക്കൾ, വീട്ടിലിരുന്ന് മധ്യസ്ഥം വഹിക്കാൻ താല്പര്യമുള്ളവർ, അവരും ഇവിടുത്തെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓഫീസിലേക്ക് അവിടെ പേരിവിടെ ആഡ് ചെയ്യും. അങ്ങനെ വീട്ടിലിരുന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കണേന്നോ എന്താ പ്രാർത്ഥിക്കണേന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് ശക്തമായി ഈ സെൻറ്ററിന് വേണ്ടി, ഇവിടുത്തെ ശുശ്രൂഷകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥന, ഈ ലോകം മുഴുവനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ അത്ഭുതമാലാട്ടോ. അപ്പോഴാണ് ഇത്രമാത്രം അനുഗ്രഹം ദൈവം തരിക. മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായമാണ്. ഇപ്പോഴച്ഛൻ പറയുന്നത് പോലെ നിങ്ങളുടെ ജോലി തടസ്സം, അങ്ങനെ മേഖലയിൽ രോഗശാന്തി എന്തു തന്നെയാണെങ്കിലും എല്ലാ മേഖലയിലും അതിൻ്റെ ദശാംശം കൊടുക്കാനാണ് പറയുക. അപ്പോൾ ഈശോയോട് പറയും, ഈശോ എനിക്ക് ജോലിയില്ല, ജോലി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലവിൽപ്പന നടക്കുകയാണെങ്കിൽ അതിൽ 10-1 ദശാംശം, അല്ലെങ്കിൽ ആദ്യ ഫലം എന്ന് പറയും. ജോലി കിട്ടണമെങ്കിൽ ആദ്യത്തെ ശമ്പളം എൽ റുഹ ശുശ്രൂഷകൾക്ക് സഹായിക്കാൻ ഞാൻ കൊടുക്കാം. അങ്ങനെ നിയമം വെച്ച് പ്രാർത്ഥിച്ചോ ദൈവം അനുഗ്രഹിക്കും. അത് സാക്ഷ്യപ്പെടുത്തും വേണം, അങ്ങനെ ദശാംശം കൊടുക്കും വേണം. അങ്ങനെ മഹത്വപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ദശാംശം ഈ ദൈവഭവനത്തെ സഹായിക്കാൻ വേണ്ടി തന്ന് സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്കും ഇവിടുത്തെ ഓഫീസിലേക്ക് വിളിച്ച് പറയാം. ഈ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് സാധിക്കുന്ന പോലെ സഹായിക്കാം, അങ്ങനെയുള്ള മനസ്സുള്ളവരും ഇവിടുത്തെ അക്കൗണ്ട് നമ്പറും മറ്റെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാണ്. അത് അല്ലെങ്കിൽ ഇവിടേക്ക് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും. ആ രീതിയിൽ ഈ സെൻറ്ററിനെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ വിശുദ്ധ ബലിയിലും കുർബാനയിലൊക്കെ ഈ കൊച്ചു സെൻറ്ററിനെയും അച്ഛനെയും ഇവിടുത്തെ ശുശ്രൂഷരെ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വിശുദ്ധ അന്തോണിസിനോട് നമ്മെ ചൊല്ലി പ്രത്യേകം നമ്മുടെ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപൽസന്ധികളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധൻ്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാരമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാനും ഞങ്ങൾ നീ പ്രാപ്തരാകണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഈശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധി അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യം പറയാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തൃക്കരങ്ങൾ കൂടി ഉണ്ണിയേശുവിനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃതങ്ങളാ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസേ, ഭൗതിക വ്യാമോഹങ്ങളും ശാരീരിക ദുർമോഹങ്ങളും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസേ, ഈ സുഹൃതങ്ങളാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ, അനവധിയായ ആവശ്യങ്ങളും അനവധിയായ യാചനകളുമായ ആശയോടെ അങ്ങേ പക്കലോടി വരുന്ന ഞങ്ങളെ കൈവേടിയിരുന്ന അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യാസ ഭവനത്തിന്റെ ഏകാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റെളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനവും അർപ്പിച്ച് വിശുദ്ധീര ഔന്നത്യത്തിലെത്തിയ വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീദനം വിശുദ്ധനേ, പാതുവായിലെ അന്തോണിയേ, പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹങ്ങൾ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപുറം കടാക്ഷിക്കണമേ. യേശുവിൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മാത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് വഴികാട്ടിയാണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ആവശ്യം പറയാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ, സ്വസ്തികൾ താവങ്ങിലൂടെ സുഖം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഓരോരുത്തരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദാനം പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. അതിനെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യവരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസേ അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിനകന്ന് ജീവിക്കാനും എല്ലാ ദുഷ്ടാരൂപിയുടെ ശക്തിയിൽ നിന്ന് മോചിതരാകുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശുദ്ധജീവികളുടെ ആക്രമണം രക്ഷ നേടുവാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാനും നഷ്ടപ്പെട്ട വീണ്ടെടുക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിന് മനസ്സിന് വിധേയമായി ദൈവപരിപാലനയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശങ്കകളും കൂടെ ജീവിക്കാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ വഴി നൽകണമെന്ന് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശ്വരസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സുഭാഷിതം 23-29 വചനം എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മദ്യത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജലിപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. ഇരുകരമത്തി സുതച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന് ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീഞ്ഞുകൂടി മദ്യപാനം അവസാനിക്കട്ടെ. ദുരിതം, ദുഃഖം, കലഹം, ആവലാതി ആർക്കാണ്? അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാ ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്ക്, വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്ക് തന്നെ വീഞ്ഞിന്റെ ദുരാത്മാവും മദ്യത്തിന്റെ ദുരാത്മാവും ഓരോ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി കരവത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുക. പോരാ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, വാതമെന്ന് സ്തുതിച്ച് വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയെ നമ്മൾ സമർപ്പിച്ച് എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് 3 പ്രാവശ്യം യേശുവേ തുച്ഛത്തിലൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച്, ശബ്ദത്തിൽ കരങ്ങളടിച്ച്. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ പടി. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യേശുവമിടയൻ കൂടെയുണ്ട്.
സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ അത്ഭുതങ്ങൾ ജപമാല ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശദീകരിക്കണേ, രൂപാന്തരപ്പെടുന്നതിനെ തിരഞ്ഞെടുത്താൽ കഴിയണമേ. സകല ശുദ്രം മന്ത്രവാദ ആഭിചാര ഗുണോത്രം ദുഷിദോഷ പൈശാചക പീഡന ബാധകൾ ഞങ്ങളുടെ കുടുംബത്തെ കൂട്ടായ്മയിൽ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ. സർവചന്ദ്ര ദൈവത്തിന്റെ ചതിയുടെ രക്ഷകനായ യേശു നാമത്തിനും പരിശുദ്ധ കന്യാമണി ചതിയുടെ മധ്യസ്ഥാനം മികാർ അപാര ശക്തമായ ശാന്ത സമസ്യ ശരീരത്തിനും മനസ്സിന് ആത്മാവില് കുടുംബത്തിലെ വ്യക്തിജീവിതത്തിലെ സമൂഹം എല്ലാ ദ്രവങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും മാനസിക ശാന്തി ആത്മീയമല്ല മാനസിക പ്രാഥമിക പൈശാചികമല്ല സകല ബന്ധനങ്ങൾ അതായത് 4:10 4 മാർക്കോസ് 16 ചോദ്യമാണ് 3 ശാന്ത പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്നു വളരെ സത്യം സകലവിധ പ്രകൃതി ഇടിവേട്ട നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാഗ്യം തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ് വശനാശക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാദനം ജോലിയാസം വിൽപ്പനാസി ആദ്രാസം വടാസം കോഴി സാമ്പത്തിക കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആശയം മാസിക ചെറുതുമായ രോഗം അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാടി സ്വഭാവം വിശ്വാസം കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ എനിക്കൊരു ഏണ്ടക ശുശ്രൂഷകവിന്റെ അപവാദ ഭജന ദുഷ്മന്റെ കൂടിയാലോചന പിന്നെ എല്ലാം ദുഷ്ടശരീരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയെ കുരിശിൽ അട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലും കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രവേശം വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83 സംഗീതത്തിന് അഭിഷേകം തരണമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദത്തിൽ കരങ്ങളടിച്ച് കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വീരുന്നൊരുക്കും വിജനമ വഴികളിലും കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വീരുന്നൊരുക്കും വിജനമ വഴികളിലും കരുതുന്ന ദൈവം കനിവുള്ള ദൈവം കണ്ണീർ തുടയ്ക്കുന്ന ദൈവം കരുതുന്ന ദൈവം കനിവുള്ള ദൈവം കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി. നോവുകൾ നിറയും മരുവോ യാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ നോവുകൾ നിറയും മരുവോ യാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട് കൺമണി പോലെ ഇരുകരത്ത് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. തടസ്സങ്ങൾ ബന്ധങ്ങൾ അഴിയട്ടെ അഴിയട്ടെ. വാർത്ത സ്തുതിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. അവിടുത്തെ നോക്കിയ പ്രകാശനം അവൻ ലജ്ജിതനാവില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചബല തമബദല സിലഹല ബല ബബദമ സബഹല ബല ചബല ദിമ ബാകല ദിബാസില ഹല ബല ഷെമോല ദിമോസിബല ദിബല തമബ അബബ ബബബ ഡിഡിഡിഡിഡി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ വേഗത്തിൽ വേഗത്തിൽ സ്തുതിക്കുന്നു. ചബല ദിമ ബോദബ സബല ദിമ ബകല ദിബോ അബമ ബദല സബഹല ബല ദിമ ബോദബല കെമി ബോ ഹല ബസ ബസിബ അമമ ബദല ദിബ ഹല ബല 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 ഡിഡിഡിഡിഡി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. സ്വസ്ഥാനത്തിൽ വന്ന് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വസ്ഥാനത്തിൽ നിന്ന് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചോ, വിശുദ്ധ കുർബാനയിൽ നോക്കിക്കൊണ്ടോ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ശക്തമായ തൊണ്ടവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ശക്തമായ തൊണ്ടവേദന, തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. തൈറോയിഡ്, തൊണ്ടവേദനകളൊക്കെ ഉള്ളവർ പ്രാർത്ഥിക്കുക. ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കുത്തിയുള്ള ചുമയുള്ളവർ പ്രാർത്ഥിക്കുക. കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓർമ്മശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ, ഓർമ്മയിൽ നിൽക്കാത്ത അവസ്ഥയുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ചോ. ഈ സമയം ഓർമ്മശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പഠിച്ചത് മറന്നു പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഈ സമയം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു ദമ്പതികളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഷിയാരിയ അയ്യന്തോൾ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ, അതിശക്തമായ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കർത്താവ് സൗഖ്യത്തിൽ എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. പേൻശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഷിയാരിയ. ഈ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവ് തൻ്റെ കാരുണ്യം പൊഴിക്കുന്നതായിട്ട് എഴുതി കാണിക്കുകയാണ്. കർത്താവ് തൻ്റെ കാരുണ്യം പൊഴിക്കുന്നു എന്ന് എഴുതി കാണിക്കുന്നു. അതായത് ഈ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണിസ് നൊവേനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ, അവരുടെ ദേശത്തിൻ്റെ മേൽ കർത്താവ് തൻ്റെ കാരുണ്യം പൊഴിക്കുന്നു എന്ന് കർത്താവ് എഴുതി കാണിക്കുകയാണ്. ശക്തമായൊരു സന്ദേശമായി ഈശോ തരിക. ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബ സമാധാനം നൽകി അനുഗ്രഹിക്കുകയാണ്. കുറേ അസമാധാനത്തിൻ്റെ ദുരാത്മാവ് കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നതായിട്ട് ഈശോ പറയുകയാണ്. സങ്കീർത്തനം 34:7 വചനം കർത്താവ് വലിയ അഭിഷേകവചനമായി തരികയാണ്. ദൈവദൂതന്മാർ ദൈവഭക്തർ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു. ഈ വചനത്തിൻ്റെ വലിയ സംരക്ഷണമാണ് ഈ അത്ഭുത ജപമാല ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് കർത്താവ് തരിക. ഒപ്പം തന്നെ വീണ്ടും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് ലൂക്ക 6:19. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തി, ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം കർത്താവ് തന്ന് അനുഗ്രഹിക്കുകയാണ്. പലരുടെയും ഭയം, പേടി കർത്താവ് എടുത്തു മാറ്റി, അമിതമായ പേടി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുകയാണ്. ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കാൽപാദ സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ഉപ്പുറ്റുവേദനയുള്ളവർ പ്രാർത്ഥിക്കുക. കാൽപാദത്തിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും രോഗപീഠകളുള്ളവരോ, അലർജി രോഗങ്ങളോ, ചൊറിച്ചിലോ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാലുവേദനയോ കാൽപാദം വേദനയൊക്കെ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക. വയറ് സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, അൾസർ, അല്ലെങ്കിൽ എപ്പോഴും വയർ അപ്സെറ്റ് ആവുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ സമയം പ്രാർത്ഥിച്ചോ. ആ മേഖലയിൽ ഈശോ അത്ഭുത രോഗശാന്തി പലർക്കും നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുക. കണ്ണ് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. അതിൽ കണ്ണുവേദന, കണ്ണിന് കാഴ്ചക്കുറവ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചുവന്ന് കിടക്കുക, ഇങ്ങനെ കണ്ണിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും, അതിന് കണ്ണിന് ഓപ്പറേഷൻ, ഇങ്ങനെ കണ്ണിന് തുള്ളിമരുന്ന് ഒഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. ഒരുപാട് കണ്ണ് സംബന്ധമായ രോഗങ്ങളാണ് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുളക് ബജി ധാരാളം കഴിക്കുന്ന ഒരാളോട് അത് നിയന്ത്രിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരിക, അല്ലെങ്കിൽ നീ വലിയൊരു രോഗിയായി തീരുമെന്ന് ഈശോ മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുരക്തത്തിൻ്റെ അഭിഷേകം കർത്താവ് ഈ ശുശ്രൂഷയെ കാണിക്കുകയാണ്. പലരെയും കർത്താവ് തിരുരക്തം കൊണ്ട് കഴുകുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. എല്ലാവരും കർത്താവ് തരുന്ന ഒരു സന്ദേശമാണ്. തിരുരക്തത്താൽ എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. തിരുരക്തത്താൽ ഈശോ എന്നെ കഴുകണേ യേശുവേ. അവിടുത്തെ അമൂല്യമായ തിരുരക്തം കൊണ്ട് ഓരോ നിമിഷവും എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഈശോ സന്ദേശം തരികയാണ്. ഓൺലൈൻ ഗെയിംസ് കളിച്ച് സമയം കളയുന്നവരും പൈസ നഷ്ടപ്പെടുന്ന മക്കളെ കാണിക്കുന്നു. അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിംസിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വിടുതൽ നൽകി ചിലരെ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ടിൻഡു ആരാണ്? ടിൻഡുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജെയിംസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സാന്ദ്രയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പുസ്തകം
അതൊന്ന് വാങ്ങാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണ് ആ പുസ്തകം കിട്ടുക. ഈ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ഒരുപാട് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. എല്ലാവരുടെയും കൈവശം അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും ഒരു പുസ്തകം ഇങ്ങനെ ഉണ്ടായിരിക്കട്ടെ. ആ പുസ്തകം വായിക്കുക. ആ പുസ്തകത്തിലൂടെ ഒരുപാട് അറിവുകൾ, പുതിയ ജ്ഞാനവും അറിവും സ്വർഗത്തിൻ്റെ ഇഷ്ടങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും വലിയൊരു പരിഹാരം ലഭിക്കുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. പുസ്തകത്തിൻ്റെ പേര് കർത്താവ് ഈ സമയം എഴുതി കാണിക്കുക. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേര് കർത്താവ് എഴുതി കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 2:10 വചനം കർത്താവ് ഈ സമൂഹത്തിന് തരികയാണ്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ വചനം കർത്താവ് ശക്തമായ സന്ദേശമായി കർത്താവ് തരികയാണ്. വലിയ സന്തോഷ സദ്വാർത്തയാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഇവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കാൻ ഈശോ പറയുകയാണ്. പേടിക്കേണ്ടെന്ന് സന്ദേശം തരികയാണ്. യെശയ്യാ 9:13 വചനം കർത്താവ് തരികയാണ്. യെശയ്യാ 9:13 ജനം തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. ഈ വചനം കർത്താവ് തരികയാണ്. ചില മക്കളൊക്കെ വലിയ ദുരിതത്തിലൂടെയും സഹനത്തിലൂടെയും കീറാമുട്ടി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നിട്ടും പല മക്കളും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല എന്ന് ഈശോ സങ്കടപ്പെടുകയാണ്. സഹനങ്ങളും ദുഃഖങ്ങളും ദൈവം അനുവദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാനും അങ്ങനെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. കണ്ണിൽ അലർജി മൂലമുള്ള ചൊറിച്ചിൽ, വെള്ളം വരലൊക്കെ ഈശോ സൗഖ്യപ്പെടുന്നതായിട്ട് വീണ്ടും സന്ദേശം തരുന്നു. നട്ടിലിൽ ദശ വളർന്നിട്ട് അതിശക്തമായ നട്ടില് വേദന, തണ്ടില് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മകൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ പ്രാർത്ഥന കേട്ട് അഡ്മിഷൻ അവരുദ്ദേശിച്ച കോളേജിലോ സ്കൂളിലോ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കടന്നു പോകുന്ന ഈശോയെ കർത്താവ് ദർശനത്തിൽ കാണിക്കുകയാണ്. കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രാർത്ഥിച്ചു. കിഡ്നി സംബന്ധമായ രോഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടുതൽ കുറവ് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചു ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കടബാധിത സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേദനിക്കുന്ന 4 കുടുംബങ്ങൾക്ക് പുതിയ വഴി തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊരു കുടുംബം ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഈശോ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബനാഥൻ മരിച്ചതിൻ്റെ ദുഃഖം കർത്താവ് എടുത്ത് മാറ്റി ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രേസ്യാമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജൂലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വർഗീസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വെറുപ്പിലും വിദ്വേഷത്തിലും പ്രതികാര ചിന്തയിലും കഴിയുന്ന 8 മക്കൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ നിന്നും കഴുത്തിലേക്ക് വരുന്ന വേദന കർത്താവ് ഇതാ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. വൃദ്ധനായ 4 മാതാപിതാക്കളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് സന്ദേശം തരികയാണ്. ജോണിനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അക്രൈസ്തവരായ മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു ആയ ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൊക്കിളിൻ്റെ വലതുഭാഗത്ത് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്വാസമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചുമ കർത്താവ് 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആക്സിഡന്റ് പറ്റി അബോധാവസ്ഥയിൽ ഐസിയുയിൽ കഴിയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. റിൻഡോ എന്ന മകന്റെ ആകുലത കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ചിന്തു, ശോഭന ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ക്രിസ്റ്റിയുടെ തലയിൽ കർത്താവ് കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദർശനം കർത്താവ് കാണിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. UK പോയി ജോലിയില്ലാതെ വേദനിക്കുന്ന ഒരു മകന് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ എപ്രാസ്യമയുടെ ശക്തമായ സാന്നിധ്യം കർത്താവ് കാണിക്കുന്നു. എപ്രാസ്യമയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണിൽ സൂചി കുത്തുന്നത് പോലെയുള്ള വേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ആൽഫി എന്ന പേര് തരുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വർഷങ്ങളായിട്ടുള്ള കഴുത്ത് വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജിതിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കുഴിനകമുള്ള 8 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡെലിവറി കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്ന ഒരു മകൾക്ക് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കഴുത്തിൽ ഉത്തിരിയം ധരിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുഴകളുള്ള ബയോപ്സിക്ക് അയച്ച റിസൾട്ടിന് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ഭക്ഷണാസക്തിയിൽ നിന്ന് വിടുതൽ നൽകി ചിലരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വെഞ്ചരിച്ച തേൻ കഴിക്കാൻ ഈശോ പറയുന്നു. മുത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്തെ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. മോണപ്പഴുപ്പ് ഒത്തിരി പേർക്ക് മോണപ്പഴുപ്പ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ക്ലെമന്റ് എന്നൊരു പേര് തരുന്നു. കർത്താവ് ക്ലെമന്റിനെ അനുഗ്രഹിക്കുന്നു. ഷോൾഡർ പെയിനുള്ള ബിജു എന്ന മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമർ വന്ന ഒരു യൂത്ത് മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വിവാഹ തടസ്സങ്ങളുള്ളവരോട് വിശുദ്ധ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ട്യൂബ് പ്രഗ്നൻസി ആയ
ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്പെയിനിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കളെ വ്യക്തമായി പരിശുദ്ധാത്മ കാണിക്കുകയാണ്. തുറന്നു കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. തുറന്നു കുമ്പസാരിച്ച് യോഗ്യതയോടെ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അല്ലെങ്കിൽ വലിയ സഹനം വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. അനീഷയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കണ്ണിന് ഷോർട്ട് സൈറ്റ് ഉള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ചെവിയിലും മൂളിച്ച പോലെ എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോസ് എന്ന മകന്റെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഒരു അധ്യാപികയുടെ ഷുഗർ ലോയായി പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി പോയ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറ്റി 18 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വരന്തരപ്പള്ളി ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. തലകറക്കമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, തലകറക്കം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി സ്റ്റോണിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതകരമായി സൗഖ്യം കൊടുക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ആ സൗഖ്യം കിട്ടിയ ആൾ ഇതുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. സാക്ഷ്യപ്പെടുത്താൻ ഈശോ സന്ദേശം തരികയാണ്. കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ പറഞ്ഞു, പക്ഷേ അത്ഭുതകരമായി ഏൽറുഹ ശുശ്രൂഷ കൂടി സൗഖ്യം കിട്ടി. ആ സൗഖ്യം കിട്ടിയ ആളോട് എത്രയും പെട്ടെന്ന് ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവാഹ തടസ്സം മാറിയ ആന്റണി എന്ന മകനോട് ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു ജോലിയിലും സ്ഥിരതയോടെ നിൽക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ജസ്റ്റിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. കൃഷി സ്ഥലത്ത് പുഴുശല്യമുള്ള ഒരു കുടുംബത്തോട് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വെയിൽ കൊള്ളുമ്പോൾ അലർജിയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിവർ സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലീന എന്ന മകളോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മണ്ണുത്തി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിന് ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണിൽ പീള കിട്ടുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒത്തിരി തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ഉറക്കക്കുറവുള്ള ഒരു ശക്തമായി പ്രാർത്ഥിക്കുക ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ദമ്പതികളോട് അത് ചെയ്യരുതെന്നും അനുദപിച്ച് കുമ്പസാരിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. താരയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആദ്ര എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കായിക മത്സരത്തിനായി ഒരുങ്ങുന്ന മകന് വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. 12 വർഷമായുള്ള കുഴിനകം സൗഖ്യം നൽകിയ ഒരാളെ അനുഗ്രഹിക്കുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന മേരിയുടെ വീട്ടിൽ നിന്ന് പാമ്പ് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിന് എല്ല് വളർച്ചയുള്ള ഒരു യൂത്ത് പെൺകുട്ടിയോട് തുറന്ന കുമ്പസാരം നടത്തി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കിണറ്റിലെ കലക്കൽ വെള്ളം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളോട് വെഞ്ചരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാല് തെന്നി വീണ് പരിക്ക് പറ്റിയിരിക്കുന്ന ജോസിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വിവാഹ മോചനത്തിൽ നിന്നും പിന്മാറാൻ ജിബിൻ എന്ന മകന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയനാട്ടിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകളുടെ ജോലി തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു സ്കൂളിന്റെ ബാത്റൂം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സ്കിൻ അലർജി മൂലം വിഷമിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്ന അക്രൈസ്തവ വ്യക്തിയുമായി വിവാഹം ചെയ്യാനായി ഒരുങ്ങുന്ന ഒരു മകളോട് അനുദപിക്കാനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വീട്ടിലെ കുഴൽ കിണറ്റിലെ കലക്കൽ വെള്ളം കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ഡിപ്രഷൻ ബാധിച്ച് വീട്ടിൽ ഇരിക്കുന്ന ഒരു യുവാവിന് വെഞ്ചരിച്ച തേൻ നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൈപ്പർ ആക്റ്റീവായ സാവിയോ എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. നോറ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു മകന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബീന എന്ന മകളുടെ ഓവർ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കാൽപാദത്തിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുടെ അഡിനോയിഡ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ഗർഭിണിയായ മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു അധ്യാപികയെ കർത്താവ് സ്പർശിക്കുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ജെയിംസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിടപ്പ് രോഗിയായ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡോക്ടറായ മകന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. 3 മാസത്തിനുള്ളിൽ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള കൃപ നൽകി ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴി തടസ്സം മൂലം വിൽപ്പന നടക്കാതിരിക്കുന്ന ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശക്തമായ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള മിന്നു എന്ന മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദർശിച്ചിരുന്നു. വിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കരാറിന് ഏറ്റെടുത്ത പണി പൂർത്തീകരിക്കാനുള്ള കൃപ നൽകി ഒരു കോൺട്രാക്ടറെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൻഡിസൈറ്റിസ് ഈ രോഗത്തിന് സർജറി പറഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രെഡിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വളങ്കടി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സാവിയോയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്പലകുളത്തിൽ കുളിക്കാൻ പോകുന്നൊരു മകനോട് ഇനി പോകാൻ
പോകരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. കൈവിരലുകൾ മടക്കാനും നിവർത്താനും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കഴുത്തിൽ കോളർ ഇട്ടിരിക്കുന്ന മകനോട് തുറന്ന കുംസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. സംസാരിക്കുമ്പോൾ വിക്കലുള്ള ഒരു ആൺകുട്ടിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജീവൻ, ബെറ്റി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ടാക്സി ഡ്രൈവറുടെ മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലേലിയ ഹാലേലിയ. എല്ലാവരും ശ്രദ്ധിച്ചേ. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. റോസി എന്ന മകളുടെ കഴുത്തുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അന്നനാളത്തിൽ ക്യാൻസറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഷിയാരിയാരിയ. ഒരു സിസ്റ്ററിന്റെ കുടൽ സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വയറിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈൻ വീഞ്ഞ് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു ടീച്ചറിന്റെ ആസ്മാ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സോറിയാസിസ് മൂലം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാലേലിയ 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 ഹാലേലിയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം തരുന്നതിനോട് സ്തുതിക്കുന്നു. ഒരുപാട് രോഗശാന്തി കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നവരോട് സ്തുതിക്കുന്നു. ഹാലേലിയ 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 ഹാലേലിയ. ശക്തമായ സ്തുതിച്ച് കർത്താവിത നമ്മുടെ ഓരോരുത്തരുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവ് തന്നെ കാരുണ്യം വർഷിക്കുക. ഹാലേലിയ 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 ഹാലേലിയ. കർത്താവിന്റെ കാരുണ്യത്തോട് എല്ലാവരും സ്തുതിക്കുക. ഇരുകരങ്ങളും സ്വർഗ്ഗത്തോളം ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശബഹാല ബാല 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 ബാല. വേഗത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആല ബാല 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 ബാല. സമർപ്പിക്കുന്ന കർത്താവേ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞത് പറയാത്തമ എല്ലാ അനുഗ്രഹവും സ്തുതിക്കുന്നു. ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങളും സ്വർഗ്ഗത്തോളം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് എന്ത് മാത്രം സ്നേഹം ഈശോയോടുണ്ട്. അത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വീരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. ആവേ